ഞാൻ മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നതായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ അതിന് താഴെ 2 അമ്മമാർ കിടക്കണുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കമ്പനിയായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് 2 ഫ്രണ്ട്സും കൂടി അവിടെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നേക്കുക. അങ്ങനെ ഇവിടെ പാളയം പള്ളിയിലൊക്കെ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് 2 ദിവസം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോവും അല്ലേ അമ്മ? ஊனை கொண்டாந்து வைக்கிற நேரம் அவள் வைக்க மாட்டான். அவனை கண்ணில் மெட்டினா அவன் கொண்டாந்து எந்த மகன் கொண்டாந்து வைப்பான். இப்போ நம்ம அது எவ்வளோ வேதனை. ഊണ് അമ്മക്ക് തരില്ല എന്നല്ലേ അവിടെ നിന്ന്. இப்போ எவ்வளோ வேதனை, மனசு வேதனை. വേദനിക്കേണ്ടമ്മ, അവർക്കും മക്കളിരിക്കല്ലേ. ദൈവം ഇന്ന് അവരിങ്ങനെ കാണിച്ച നാളെ അവർക്ക് ദൈവം ഇങ്ങനെ കാണിക്കും. അമ്മ സമാധാനം. அந்த லெக்கத்தில் பாருங்க யோசிச்சு கண்ணெல்லாம் அப்படி குழந்து சாரில்ல அந்த மவ மாதிரி இல்லை சொல்கிறேன். அவ்வளோ ஒரு இதில் തള്ളി വിട്ടുണ്ട ഒരു തടവ അമ്മ സങ്കടപ്പെടണ്ട. ഇനി മോളെ വീട്ടിൽ പോയാൽ മതി കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അമ്മയുടെ മോനും അമ്മയെ ഉപദ്രവിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കണേ തന്നെ നമ്മളിങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് അവരോടൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ അവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ കൂടെ വന്നിരിക്കണേന്ന് മനസ്സിലാവണത്. എന്താ പറയുക, അമ്മ മോൻ അങ്ങനെ ഉപദ്രവിച്ചാലും അവിടെ ഇങ്ങനെ പോണത് എന്ന് വെച്ചാൽ ഈ ചെറുമക്കളുണ്ട്, അവരെ കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നുമ്പോഴാണ് പോണെന്നാ പറയുന്നേ. അങ്ങനെ വന്നതാ. ഇപ്രാവശ്യം അമ്മേനെ ഉപദ്രവിച്ചു. അങ്ങനെ അമ്മ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിയതാ. സാരിയൊക്കെ ഉണ്ട്. അതാ റെയിൽവേ സ്റ്റേഷനിൽ റെസ്റ്റ് റൂമിൽ ഇങ്ങനെ ചെയറിൻ്റെ അടിയിൽ വെച്ചേക്കും. എന്നിട്ട് അവിടെ കിടക്കുകയായിരുന്നു. ചായ മാത്രം മതി, വേറെ ഒന്നും വേണ്ടാന്ന്. മിനറൽ വാട്ടറോ വേറെ ഒരു സാധനങ്ങളും വേണ്ട. ചായ മാത്രം കുടിക്കാണ് ആശാത്തി. അങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ മൂക്കുത്തിയൊക്കെ ഇട്ട്. മൂക്കുത്തിയെല്ലാം ഞാൻ വച്ചിരിക്കുന്നു.